ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. റെസിപ്പി എന്താണെന്ന് നോക്കണ്ടേ? എളുപ്പത്തിൽ ഒരു ചമ്മന്തിക്കറി. അപ്പോൾ ചമ്മന്തിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം. അതിനുശേഷം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തിക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ചീനച്ചട്ടി നല്ലോണം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ അളവിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 കൊച്ചുള്ളിയും ചേർത്ത് ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറും കൂടെ നന്നായിട്ടൊന്ന് കഴുകി ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ചമ്മന്തിക്കറി ഇപ്പോൾ നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡലിക്കും ദോശയ്ക്കും സാമ്പാറിനോടൊപ്പം സൈഡായിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.